ദ ജേർണലിസ്റ്റിലേക്ക് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് ആലോചിച്ച് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നിപ്പോവുകയാണ്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്നൊരാളെ സമാധിയാക്കിയതിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾ എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മകനും അമ്മയും ബന്ധുക്കളും ഒക്കെ ചേർന്ന് സമാധി പൊളിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ്. പോലീസ് നിയമപരമായി കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരണത്തിന് കാരണം, അതായത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആ ചങ്ങാതി മരിച്ചത് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി ആ കല്ലറ പൊളിക്കണം, സമാധി എന്ന് പറയുന്ന ആ കല്ലറ പൊളിക്കണം എന്ന് പറഞ്ഞ് പോലീസ് വരുമ്പോൾ മകനും ഒപ്പമുള്ളവരും കിടന്ന് ഒരു വക പട്ടി ഷോയാണ് കാണിക്കുന്നത്. ഉള്ള കാര്യം പറയാം. എന്നിട്ട് അത് മുഴുവൻ എടുത്ത് മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കൊണ്ടുവെക്കുന്നു. ഒന്ന് കേട്ടു നോക്കിയേ. മുസ്ലിം തീവ്രവാദികളാണ്, സത്യ തീവ്രവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറയണ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടാതെ സ്വന്തം അച്ഛന്റെ കർമ്മം മക്കൾ ചെയ്യാതെ വേറെ ആരാണ് ചെയ്യണത്? മുസ്ലിം തീവ്രവാദികളാണ് ഏറ്റവും കൂടുതൽ. മുസ്ലിം നോക്കുക, അപ്പം തന്നെ അവരെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കാൻ പോലീസിന് എന്തായിരുന്നു തടസ്സമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന വിധത്തിൽ, സ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ ഒരു അന്വേഷണത്തിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഒരു തീവ്രമായ ഒരു നാട് കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ചെറുക്കൻ നടത്തുന്നത്. അവൻ്റെ അച്ഛനാണ് മരിച്ചത്, സമ്മതിക്കുന്നു. അദ്ദേഹം സമാധിയായതാണ്, അദ്ദേഹത്തിൻ്റെ അന്തിമ ആഗ്രഹപ്രകാരം ഞാൻ സമാധിയാക്കിയതാണ്, കോൺക്രീറ്റിൻ്റെ അകത്ത് അടച്ചു വെച്ചതാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷേ അത് അയാളുടെ വിശ്വാസവുമായിരിക്കും, വിശ്വാസങ്ങളെ മാനിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17, 16 ഒക്കെ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരാധനയൊക്കെ നടത്താം. പക്ഷേ ആ ആരാധനയുടെ ഭാഗമായി സമൂഹത്തിന് സംശയം തോന്നുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാത്ത വിധത്തിൽ ഇടപെടലുകൾ ഉണ്ടായാൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. അത് പോലീസും കോടതിയും ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് അതിന്മേൽ വസ്തുതാന്വേഷണം നടത്താൻ വരുമ്പോൾ അതിന് വർഗീയ ഛായ നൽകി അതിനെ ഒരു മതവിഭാഗത്തിൻ്റെ തലയിലേക്ക് ഇളക്കി വിട്ട് കലാപമുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നത് തീർത്തും ശരിയല്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ മരിച്ചു. അയാൾ ഒരു ചുമട്ടുകാരനായിരുന്നു, കുറേ കേസുകളുള്ള ആളായിരുന്നു, നാട് വിട്ടു വന്നതാണ്, ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് പല മാധ്യമങ്ങളിലും വാർത്ത വന്നു. അയാൾ എന്തോ ആയിക്കൊള്ളട്ടെ. അദ്ദേഹം മരിച്ചതിന് ശേഷമാണോ ഈ കോൺക്രീറ്റ് കൂട്ടിനകത്ത് സമാധി എന്ന പേരിൽ കല്ലറയുണ്ടാക്കിയത്, അതോ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ജീവനോടുകൂടി പിടിച്ച് ആ കോൺക്രീറ്റിനകത്ത് ഇട്ടതാണോ എന്നാണ് അറിയേണ്ടത്. അതേ ജനങ്ങൾക്ക് അറിയേണ്ടു, നാട്ടുകാർക്ക് അറിയേണ്ടു. അതിനിടയിലാണ് ഇവൻ്റെ വലിയ ഷോ. ഇപ്പോൾ നിയമപരമായി പോലീസ് ഈ കല്ലറ പൊളിക്കാൻ വരുമ്പോൾ നിയമപരമായി തന്നെ അതിനെ നേരിടാനുള്ള അധികാരം ഈ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ആളുടെ മകനും കുടുംബത്തിനുമുണ്ട്, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അവിടെ കിടന്ന് വലിയ ഷോ കാണിക്കുകയും അതിനെ വർഗീയവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ ഇവൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്ന സംശയം സ്വാഭാവികമായും ബലപ്പെടുകയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, രാജ്യവിരുദ്ധരാണ്, പാകിസ്ഥാൻ പ്രേമികളാണെന്ന് പറഞ്ഞ ലൈനിലാണ് ഇവൻ്റെയും വർത്താനം. മുസ്ലിം തീവ്രവാദികൾ എല്ലാവരും ഇവിടുന്ന് പോകണം, നിങ്ങളുടെ മതം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആ വിഷയത്തെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുക. തൊട്ടു പിന്നാലെ സ്വിച്ചിട്ട പോലെ ഹിന്ദു ഐക്യവേദിയുടെ കുറച്ച് ആളുകൾ രംഗത്ത് വരിക. എന്നിട്ട് അവരും പറയുകയാണ് ഇത് ആചാരമാണ്, അനുഷ്ഠാനമാണ് എന്ന്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു പരിശോധനയും നടത്താതെ അച്ഛൻ സമാധിയായതാണ് എന്ന് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? വയോധികരായ ഒരുപാട് പേര് നമ്മുടെ പല വീടുകളിലുമുണ്ട്. അവരെ ഒരു ബാധയായി, ഒഴിയാബാധ എന്ന പോലെ, അല്ലെങ്കിൽ അയ്യോ ഗതികെട്ട വിധത്തിൽ ഇവർ എൻ്റെ മാതാപിതാക്കളായി പോലില്ല, അപ്പോൾ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആണല്ലോ, ഇതിനെയൊക്കെ സഹിക്കണമല്ലോ എന്ന തരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വീട്ടിൽ പ്രായമായവരെയൊക്കെ മർദ്ദിക്കുന്ന മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമാധിക്കഥ അംഗീകരിച്ച് ഇത് ആചാരമാണ്, അനുഷ്ഠാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ എല്ലാ വീട്ടിലെയും, അല്ലെങ്കിൽ ഈ പ്രായമായ അച്ഛനും അമ്മയും മുതുമുത്തച്ഛന്മാരും ഒക്കെ ബാധ്യതയാണെന്ന് കരുതുന്നവരുടെ വീട്ടിലൊക്കെ കൂട്ടക്കൊലപാതകമായിരിക്കും നടക്കുക. എല്ലാവരും ഒരു കോൺക്രീറ്റ് കൂടുണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ആളുകൾ ഇട്ടങ്ങ് മൂടിയിട്ട് പറയും ഇത് ഞങ്ങളുടെ ആചാരമാണ്, അനുഷ്ഠാനമാണ്, ഇടപെടരുത് എന്ന്. ഇനി നാളെ മറ്റൊരാളെ തല്ലിക്കൊന്ന് അത് ഞങ്ങളുടെ കുടുംബദേവത പറഞ്ഞതാണ്, അല്ലെങ്കിൽ പരദേവത പറഞ്ഞതാണെന്ന മട്ടിൽ ഒരു കഥ ഇറക്കിയിട്ട് ഇത് ആചാരമാണ്, അനുഷ്ഠാനമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നരബലി, ഇപ്പോൾ നരബലി ഞങ്ങളുടെ കുടുംബത്തിലെ ദൈവം പറഞ്ഞതാണ്, ഉൾവിളി വന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ നരബലി നടത്തിയതാണ്, അല്ലെങ്കിൽ അയാൾ സ്വയം ആത്മഹത്യ ചെയ്തതാണ് നരബലി മറയ്ക്കാൻ വേണ്ടി, അതൊരു ആത്മഹത്യയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പോലീസിന് വിശ്വസിച്ച് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ്.
ഭരണഘടനയുണ്ട്, ഒരു വ്യക്തിയുടെ മൗലികാവകാശമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ മൗലികാവകാശം എന്ന് പറയുന്നത് നിലവിലെ നീതിന്യായ വ്യവസ്ഥയെ, നീതിന്യായ സംഹിതകളെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ളതാകരുത്, അല്ലെങ്കിൽ അതിനെ അപ്രസക്തമാക്കുന്നതാകരുത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന ആളൊരു മാൻ മിസ്സിംഗ് കേസാണ്, അയാളെ കാണാനില്ല. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഒരു മാൻ മിസ്സിംഗ് കേസാണ്. അപ്പോൾ ആ കേസിൽ അന്വേഷണം നടത്താനായി ചെല്ലുമ്പോൾ ഇയാൾ പറയുകയാണ്, മക്കൾ പറയുകയാണ്, അല്ലെങ്കിൽ മകൻ പറയുകയാണ്, ഇത് സമാധിയാണ്, ഇത് ഞങ്ങളുടെ ആചാരമാണ്, അനുഷ്ഠാനമാണ്. കുറേ ഹിന്ദു ഐക്യവേദിക്കാർ വരുന്നു, അതിനിടയിൽ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറഞ്ഞ് വേറെന്തൊക്കെയോ പറയുന്നു, ഒരു അമ്മൂമ്മ എന്ന് വേറെന്തൊക്കെയോ പറയുന്നത് കേട്ടു. അപ്പോൾ ഇതൊക്കെ അംഗീകരിച്ച് കയ്യും കെട്ടി പോലീസ് തിരിച്ചു പോന്നാൽ അത് ആ സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷം എത്രത്തോളമാണെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ് തൽക്കാലം പോലീസ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം പിന്മാറി. പക്ഷേ എന്തായാലും അത് അന്വേഷിക്കുക തന്നെ വേണം. ഈ ചെറുക്കൻ ഇതുപോലത്തെ വർഗീയവാദം പറഞ്ഞാൽ അവനെ എടുത്ത് അകത്തിടാനുള്ള, ഈ മതസ്പർദ്ധ ഉണ്ടാക്കാനും വർഗീയ കലാപം ഉണ്ടാക്കാനും ശ്രമിച്ചതിൻ്റെ പേരിൽ കേസെടുക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതാണ് ഇനി ചെയ്യേണ്ടത്. ഇനി അവൻ സംസാരിച്ചാൽ അവനെ പിടിച്ച് തൂക്കി അകത്തിടുക, നിയമപരമായി ശിക്ഷിക്കുക, അതാണ് വേണ്ടത്. ഒരു സെൻറ്റിമെൻറ്റ്സും അവിടെ നോക്കേണ്ടതില്ല. അതിനിടയിൽ ഒരു CPM-ൻ്റെ ലോക്കൽ നേതാവ്, ലോക്കൽ സെക്രട്ടറിയോ മറ്റോ ആണ്, അദ്ദേഹം ഇവനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണണം കേട്ടോ. ഒരു വക്കീലെന്ന് പറയുന്ന ഒരു പന്നൻ വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ തിരിച്ച് സംസാരിക്കും. ഇവിടെ ഒരു ഹിന്ദുവും ഇല്ല, ഒരു മുസ്ലിമും ഇല്ല. ഇവിടെ പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഹിന്ദുവും ഇല്ല, മുസ്ലിമും ഇല്ല, ഒന്നുമില്ല. ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ വന്ന് ഇന്ന് പച്ചക്കാണ് വർഗീയത പറയുന്നത്. ഇവിടെ ഒരു വർഗീയതയും ഇല്ല, ഇവിടെ ഒരു വേർതിരിവും ഇല്ല. ഇവിടെ എന്ന് പറയുന്നു, ഇവിടെ എന്തിനാണ് പൊളിക്കുന്നത്? നിങ്ങൾ കബർ പോയി പൊളിക്കാത്തത്? അത് കേട്ടോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ വർഗീയ എന്നുള്ള സംഭവമേ ഇല്ല. എല്ലാ ഇവിടെ മുസ്ലിം സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ആവശ്യം പോലീസ് നിയമം നടപ്പിലാക്കുക. നമ്മൾ മാറി നിൽക്കുന്നു, പോലീസിന്റെ ജോലി. പക്ഷേ പച്ചയ്ക്ക് വർഗീയത പറയാൻ പാടില്ല. ഇവിടെ വന്നത് ഇത് കേരളമാണ്. വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല, വർഗീയതയെ തുറച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേരളം. നോക്കൂ, ഇദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ ശരി. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ആ വ്യക്തി പറഞ്ഞതാണ് എൻ്റെ ശരി. അതായത് ഇത് ജാതിയും മതവും അനുഷ്ഠാനവും ആചാരവും ഒന്നുമല്ല, ഒരു ദുരൂഹ മരണമാണ്. ഒരു മരണം സംഭവിച്ചു, അസ്വാഭാവിക മരണം. എങ്ങനെയാണ് മരിച്ചതെന്നത് സംബന്ധിച്ച് നിരവധി സംശയങ്ങളുണ്ട്. സമാധിയാക്കി എന്ന് പറയുന്നത് ജീവനോടെ തന്നെ ഇതിനകത്ത് അടച്ചതാണോ, ഇനിയല്ല മരിച്ചതിന് ശേഷം വെച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായി പാലിക്കേണ്ട ഒരു മര്യാദകളും ഈ പറയുന്ന മകനോ ബന്ധുക്കളോ പാലിച്ചിട്ടില്ല. സ്വാഭാവികമായും സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇടപെടുന്നത്. അപ്പോൾ അവർക്ക് നേരെ ചാടിക്കടിക്കുകയും വർഗീയവാദം പറയുകയും ഒക്കെ ചെയ്യുന്നവൻ്റെ മനസ്സ് എത്രത്തോളം ദുരൂഹമാണ്, അല്ലെങ്കിൽ ദുശ്ചിന്തകളാണ് ആ മനസ്സിലുള്ളത് എന്നതുകൂടി ആലോചിക്കണം. എനിക്ക് തോന്നുന്നത് ഈ വർഗീയവാദമൊക്കെ ആളിക്കത്തിക്കുന്നതോടുകൂടി ആ പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. ഇവരെ പിടിച്ച് അകത്തിടണം ഇനിയും ഇതുപോലത്തെ വർത്തമാനം പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, ഈ സമാധി എന്ന് പറയുന്ന പരിപാടി അംഗീകരിച്ചു കൊടുത്താൽ, ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയൊക്കെ പറയുന്നത് പോലെ എന്നാൽ പിന്നെ ഇതങ്ങനെ അംഗീകരിക്കാം, ഇത് ആചാരമാണ്, അനുഷ്ഠാനമാണ്, ഭരണഘടനയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേരളത്തിലെ പല വീടുകളിലും പലയിടങ്ങളിലും ഇതുപോലെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ദുരൂഹ മരണങ്ങൾ ഉണ്ടാകുമെന്നേ. അപ്പോൾ ഇത് അംഗീകരിക്കുകയാണെങ്കിൽ അതും അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ എത്രയെത്ര ആളുകളുടെ ജീവന് നമ്മൾ കണക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കാതെയുള്ള ആചാരമനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞുള്ള ചെയ്ത്തുകൾ അത് ചില കാര്യങ്ങളിൽ, ചില ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ്. അത് വലിയ തോതിൽ ജനങ്ങളുടെ, ഭക്തരുടെ വികാരത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ വികാരം വ്രണപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരു കൂട്ടം ഭക്തരുടെ, ഒരു വലിയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇതൊരു കുടുംബവുമായി ബന്ധപ്പെട്ട, ഒരൊറ്റ വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ നിലപാട് പോലീസ് സ്വീകരിക്കണം. എന്തായാലും മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് എല്ലാം കൂടി കൊണ്ടിടുന്നൊരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ചില വർഗീയവാദികൾ വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. അവരത് വ്യാപിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായി തടയിടാൻ ഇവരെപ്പോലുള്ളവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് കൃത്യമായി ശിക്ഷിക്കാനുള്ള ഇച്ഛാശക്തി പോലീസ് കാണിക്കണം. എന്തായാലും ഈ നെയ്യാറ്റിൻകര ഗോപൻ്റെ സമാധി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട വിഷയമാണ്. അതും ഈ പറയുന്നത് പോലെ അനാവശ്യമായി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി വർഗീയതയൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഒന്നൊന്നായി പൂട്ടാനുള്ള ഇച്ഛാശക്തി പോലീസിന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.